IPL മാച്ച് നമ്പർ 57 അവസാനിച്ചപ്പോൾ ആശ്വാസ വിജയമായിരുന്നു ചെന്നൈക്ക് കിട്ടിയത്. അതുകൊണ്ട് ഈ മത്സരത്തിന്റെ ഒരു റിവ്യൂ ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലെ കൂടുതൽ IPL വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്നലെ ടോസ് ലഭിച്ച കൊൽക്കത്ത ബാറ്റിംഗ് തിരഞ്ഞെടുത്തപ്പോൾ രണ്ടാം ഓവറിൽ തന്നെ ഗുർബാസിനെ അവർക്ക് നഷ്ടമായിരുന്നു. എന്നാൽ ക്യാപ്റ്റൻ രഹാനെ നരേൻ ജോഡി അറ്റാക്ക് ചെയ്ത് 67-1 എന്ന നിലയിലായിരുന്നു KKR പവർ പ്ലേയിൽ. എന്നാൽ 7ാം ഓവർ മുതൽ സ്പിൻ എത്തിയതോടെ സ്കോറിംഗ് റേറ്റ് കുറയാനും വിക്കറ്റ് നഷ്ടപ്പെടാനും തുടങ്ങി. നരേൻ, രഘുവൻഷി എന്നിവർ ഒരേ ഓവറിൽ പുറത്തായപ്പോൾ 13ാം ഓവറിൽ രഹാനെയും പുറത്തായി. സ്പിന്നിനെതിരെയുള്ള രഹാനയുടെ സ്ട്രൈക്ക് റേറ്റ് ഇന്നലെയും ടീമിനെ പിന്നോട്ട് വലിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ഗെയിമിലെ പോലെ തന്നെ റസലിനെ പ്രൊമോട്ട് ചെയ്ത് വിട്ടപ്പോൾ 3 ഓവറിൽ 40 അടിച്ച് ഒരു മൂവ് ഓൺ നടത്താൻ KKR ശ്രമിച്ചു. എന്നാൽ നൂറിന്റെ 2 ഓവർ ബാക്ക് എൻഡിലേക്ക് വെച്ച് ധോണിയുടെ തീരുമാനം ഫലം കണ്ടപ്പോൾ റസൽ, റിങ്കു തുടങ്ങി 2 പേരുടെയും വിക്കറ്റ് നൂറ് തന്നെ എടുത്തു. അത് മാക്സിമം ഒരു 15-20 റൺസെങ്കിലും സേവ് ചെയ്തിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. ഒടുവിൽ 179-6 എന്ന നിലയിലാണ് KKRന്റെ ബാറ്റിംഗ് അവസാനിച്ചത്. രഹാനെ മാത്രമാണ് മിനിമം ഗ്യാരണ്ടിയിൽ KKRന്റെ മിഡിൽ ഓർഡറിൽ കളിക്കുന്നത്. ആ രഹാനയുടെ സ്പിൻ സ്ട്രൈക്ക് റേറ്റ് മോശവും കൂടി ആകുന്നതോടെ ടോട്ടൽ KKR ബാറ്റിംഗ് അണ്ടർ പ്രഷറിലേക്ക് പോകുന്നുണ്ട്. മനീഷ് പാണ്ഡെക്ക് ചാൻസ് കൊടുത്തപ്പോൾ നേരിട്ട ആദ്യ 20 പന്തിൽ ഒരു ബൗണ്ടറി പോലും ഇല്ലാതെ IPLൽ ബാറ്റ് ചെയ്തതിന്റെ മോശം റെക്കോർഡും മനീഷിനെ തേടി ഇന്നലെ വന്നിരുന്നു. മറുപടി ബാറ്റിംഗിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആദ്യ ഓവറിൽ ആയുഷ് മാത്രയും 2ാം ഓവറിൽ ഡെവോൺ കോൺവേയും പുറത്തായപ്പോൾ IPL ഡെബ്യൂ നടത്തിയ ഉർവിൽ പട്ടേലായിരുന്നു ഇന്നിംഗ്സ് അഗ്രസീവായി മുന്നോട്ട് കൊണ്ടുപോയത്. നേരിട്ട ആദ്യ പന്ത് തന്നെ 6 അടിച്ച് താരം തുടങ്ങിയപ്പോൾ 4 6 ഉൾപ്പെടെ 11 പന്തിൽ 31 നേടിയാണ് താരം പുറത്തായത്. അടുത്ത ഓവറിൽ അശ്വിനും തൊട്ടു പിന്നാലെ ജഡേജയും ഔട്ടായതോടെ പവർ പ്ലേയിൽ തന്നെ 62-5 എന്ന നിലയിലേക്ക് CSK തകർന്നു. എന്നാൽ പിന്നീട് ഒത്തുചേർന്ന ബ്രെവിസ് ദൂബെ സഖ്യം ഒരു പാർട്ണർഷിപ്പ് ക്രിയേറ്റ് ചെയ്ത് മത്സരം പതിയെ തിരിച്ചു പിടിക്കാൻ തുടങ്ങി. ദൂബെ സെക്കൻഡ് ഫീൽഡിലായി കളിച്ചപ്പോൾ ബ്രെവിസ് ആയിരുന്നു അറ്റാക്ക് നടത്തിയത്. 11ാം ഓവറിൽ വൈഭവ് അരോരയ്ക്കെതിരെ 30 റൺസ് അടിച്ച ബ്രെവിസ് ആ ഓവർ കൊണ്ട് തന്നെ ഗെയിം ചെന്നൈയുടെ വരുതിയിലാക്കി. ശേഷം താരം ഔട്ടായപ്പോൾ ദൂബെ ആയിരുന്നു കാൽക്കുലേറ്റഡായി അറ്റാക്ക് ഏറ്റെടുത്ത് ഇന്നിംഗ്സ് മുന്നോട്ട് കൊണ്ടുപോയത്. ധോണി ദൂബെക്ക് സ്ട്രൈക്ക് കൊടുക്കാൻ മാത്രമാണ് നോക്കിയത്. സ്കോർ ബോർഡ് പ്രഷർ ഇല്ലാത്തതുകൊണ്ട് കാര്യങ്ങൾ സ്മൂത്തായി പോവുകയും ചെയ്തു. ഒടുവിൽ 8 പന്തിൽ 10 എന്ന ഇക്വേഷൻ എത്തിയപ്പോഴാണ് ദൂബെ മടങ്ങിയത്. പിന്നീട് ധോണിയുടെ വക ഒരു 6ഉം അൻഷുൽ കംബോജിന്റെ വക വിന്നിംഗ് 4ഉം കൂടി എത്തിയപ്പോൾ ചെന്നൈ മത്സരം വിജയിക്കുകയാണ് ഉണ്ടായത്. CSKയ്ക്ക് വളരെ മോശം സീസണാണ് ഇത്തവണ ലഭിച്ചതെങ്കിലും അവർ നടത്തിയിരിക്കുന്ന 3 റീപ്ലേസ്മെന്റുകൾ ഹൈ ഇമ്പാക്റ്റ് അവസാന ഘട്ടത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. KKRനെ നോക്കിയാൽ പെട്ടെന്ന് CSKയുടെ വിക്കറ്റ് തുടക്കത്തിൽ പോയപ്പോൾ സ്പിന്നേഴ്സിനെ ഓവറായി യൂസ് ചെയ്ത് മത്സരം പെട്ടെന്ന് തീർക്കാൻ നോക്കിയ രഹാനയുടെ തീരുമാനം കുറച്ച് പാളിയതുപോലെ തന്നെയാണ് തോന്നിയത്. കാരണം 14 ഓവർ ആയപ്പോഴേക്കും വരുൺ, നരേൻ തുടങ്ങിയ 2 പ്രധാന ബൗളേഴ്സും ബോൾ ഔട്ട് ആയിരുന്നു. ആ ഒരു അഡ്വാൻറ്റേജ് അവസാന 6 ഓവറിൽ CSKയ്ക്ക് കിട്ടുകയും ചെയ്തു. കൊൽക്കത്ത ഇന്നലെ പരാജയപ്പെട്ടതോടെ അവരുടെ പ്ലേ ഓഫ് സാധ്യതകളും ഏറെക്കുറെ അവസാനത്തിലേക്ക് പോയിട്ടുണ്ട്. ഏറ്റവും അവസാനമായ മത്സരത്തിന്റെ സ്കോർ കാർഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത കൊൽക്കത്ത 179 നേടിയപ്പോൾ അവസാന ഓവറിൽ CSK വിജയിക്കുകയാണ് ചെയ്തത്.